ഗൈസ് 2024 നിങ്ങളൊരു ഫോൺ മേടിക്കരുത്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പോയിന്റേഴ്സ് എൻ്റെ കുറച്ച് ഫൈൻഡിങ്സ് ആണ് ഇത് ഞാൻ പ്രൂവ് ചെയ്ത് തരാൻ പോവാണ്. 2024 നിങ്ങൾ പൈസ ഇട്ട് ഒരു ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ മൊട്ട നഷ്ടമാണ്. ഞാനത് ഓപ്പൺ ആയിട്ട് പറയാം. ജസ്റ്റ് ഡോണ്ട് ഗെറ്റ് ഇറ്റ്. ഓക്കെ, എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലൈൻ്റ് ആയിട്ട് പറയാറില്ലായിരുന്നോ? അതായത് ഇന്നോവേഷൻ ഇല്ല, എന്തൊക്കെയോ മിസ്സിംഗ് ആണ്, നമ്മൾ പൈസ കൊടുക്കുന്നതിന് വെർത്തായിട്ടുള്ള ആൻഡ്രോയിഡ് ഫോൺ അല്ല നമുക്ക് കിട്ടുന്നത് എന്നൊക്കെയുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു സൊല്യൂഷൻ 2025 ഇറങ്ങാൻ പോകുന്ന പല ഫോണുകൾക്കും ഉണ്ടാവും. സോ നിങ്ങളൊരു ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഫോൺ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. ചുമ്മാ എനിക്ക് വാച്ച് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യമല്ല, ശരിക്കും വാച്ച് ദ വീഡിയോ ടിൽ ദി എൻഡ്. വെർത്തായിരിക്കും, ട്രസ്റ്റ് മീ. 2025 പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ ഫോണിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ്. പെർഫോമൻസ് ഇല്ല. എനിക്ക് പെർഫോമൻസ് ഉള്ള ഫോൺ വേണം. ഇഫ് യു വാണ്ട് എ ഫോൺ വിത്ത് എ ഗുഡ് പെർഫോമൻസ്, ഗെറ്റ് എ ഫോൺ ഇൻ 2025. 2025 ഇറങ്ങാൻ പോകുന്ന പല ഫ്ലാഗ്ഷിപ്പിൻ്റെ അകത്തും സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സർ ആയിരിക്കും ഉണ്ടാവുക. ഈ 8 Elite എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സറിൻ്റെ കുറച്ച് സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വളരെ വ്യക്തമാക്കി ഞാൻ പറഞ്ഞുതരാം. ടെക്നിക്കലി പറയുകയാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. AnTuTu ബെഞ്ച്മാർക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോസസ്സറിന്റെ കേപ്പബിലിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. അത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണിന്റെ പ്രോസസ്സറിന് എത്രത്തോളം കേപ്പബിലിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് 3 മില്യണോളമാണ് AnTuTu ബെഞ്ച്മാർക്ക് സ്കോർ ഈ സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സറിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയും ശരിക്കും 3 മില്യൺ ഒക്കെ കിട്ടും എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഒരു ഫോൺ മാത്രമാണ് ടെസ്റ്റ് ചെയ്യാൻ കിട്ടിയത്. അത് ടെസ്റ്റ് ചെയ്തപ്പം 3 മില്യൺ ഒന്നും വന്നിട്ടില്ല. 27,59,190 പോയിന്റ്സ് ആണ് അതിൻ്റെ അകത്ത് AnTuTu ബെഞ്ച്മാർക്കിൽ കാണിച്ചത്. ഈ ഒരു സ്കോർ ആക്ച്വലി നമ്മൾ ശരിക്കും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പല ഒരു മിഡ് റേഞ്ച് ലാപ്ടോപ്പുകളെയൊക്കെ വെട്ടിച്ച് പോകുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് റേഷ്യോ നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നുമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്നാപ്ഡ്രാഗൺ എന്ന് പറഞ്ഞ കമ്പനി ഈ ഒരു പ്രോസസ്സർ ലോഞ്ച് ചെയ്ത സമയത്ത് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44% പവർ എഫിഷ്യൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഫോൺ കുറച്ചുകൂടി എഫിഷ്യൻസി ഉള്ളതായിരിക്കും. നിങ്ങളിപ്പോൾ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചാർജ് കുറഞ്ഞു വരികയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പവർ എഫിഷ്യൻ്റ് ആയിരിക്കും. രണ്ടാമത്തത് 45% പെർഫോമൻസ് ഇൻക്രീസ് ഉണ്ട് സിംഗിൾ കോർ CPU ടെസ്റ്റിന്. അതേപോലെ തന്നെ മൾട്ടി കോർ CPU ടെസ്റ്റിനും 45% ഇൻക്രീസ് ഉണ്ട്. അതായത് ലാസ്റ്റ് ഇയർ സ്നാപ്ഡ്രാഗൺ 8 Gen പോലെയുള്ള പ്രോസസ്സറിൽ നിന്ന് വലിയൊരു മാറ്റമാണ് 8 Elite എന്ന് പറഞ്ഞുള്ള പ്രോസസ്സറിൽ വന്നിട്ടുള്ളത്. ആക്ച്വലി ഒരു സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഈ പ്രോസസ്സർ ആയിരിക്കും ബെസ്റ്റ് എന്നല്ല ഞാൻ ക്ലെയിം ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് നല്ലൊരു ഹോപ്പാണ്. 2025 ഈ പ്രോസസ്സറുമായിട്ട് ഇറങ്ങുന്ന പല ഫോണുകൾക്കും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഇയർ ഫോണുകളെക്കാളും എന്തുകൊണ്ടും ഭയങ്കര എഫിഷ്യൻറ്റും ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡും ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, 8 വർഷത്തെ OS അപ്ഗ്രേഡ് സ്നാപ്ഡ്രാഗൺ പറയുന്നുണ്ട്. ഈ ഒരു അപ്ഗ്രേഡിന്റെ ഭാഗത്തിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഇനി വരുന്നുണ്ട് കേട്ടോ. സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രോസസ്സറിന്റെ അകത്ത് AI കോഴ്സ് ഉണ്ട്. ഈ AI കോഴ്സ് സൂപ്പർ എഫിഷ്യൻ്റ് ആണ്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഫോണിൻ്റെ അകത്ത് പലതരത്തിലുള്ള AI ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറാണ്. നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിനകത്ത് AI വർക്ക് ആവും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് AI വർക്ക് ആവും. ഇത്രയും നാൾ ഇറങ്ങിയിട്ടുള്ള പല ഫോണുകളും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നമ്മൾ ഈ AIക്ക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുമല്ലേ അത് പ്രോസസ്സ് ചെയ്യാനായിട്ട്. സ്നാപ്ഡ്രാഗൺ 8 Elite ഉള്ള ഫോണുകൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ഈ AI പ്രോസസ്സുകളെല്ലാം നടക്കും. അത് വേറൊരു കാര്യം. കാരണം ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഏത് ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാലും AI ആണ്, ഫുൾ AI ആണ്. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാത്ത പല AI സാധനങ്ങളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആവുന്നുണ്ട്. മേ ബി ഹൈലൈറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത്, ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നത്, ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നത്, അത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആവും. എനിക്ക് സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറഞ്ഞ പ്രോസസ്സറിൽ ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, നിങ്ങൾക്ക് Unreal Engine 5.3 സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇനി വരാൻ പോകുന്ന AAA ടൈറ്റിൽസ്, ട്രസ്റ്റ് മീ ഗൈസ്, 2025 എന്ന് പറഞ്ഞിട്ടുള്ള ഇയർ ഗെയിമേഴ്സിന്റെ വർഷമായിരിക്കും. കാരണം പല കമ്പ്യൂട്ടറിലുള്ള AAA ടൈറ്റിൽസും നമ്മുടെ സ്മാർട്ട് ഫോൺസിലേക്ക് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോംസിലേക്ക് വരാൻ പോകുന്നുണ്ട്. മേ ബി സ്മാർട്ട് ഫോൺ പ്ലാറ്റ്ഫോംസിലേക്ക്. ആൻഡ് അതിൻ്റെ കൂടെ ക്ലൗഡ് ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാക്ടറും നമ്മൾ കൺസിഡർ തന്നെ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നാപ്ഡ്രാഗൺ ഇതിൻ്റെ അകത്ത് ട്രൂ എപ്പിക്കിൻ്റെ C2PA സെക്യൂരിറ്റി കൊണ്ടുവരുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും കോണ്ടന്റും ഓഡിയോയും എല്ലാം പുറത്ത് ലീക്ക് ആവാതെ അല്ലെങ്കിൽ ഒരാൾക്ക് ടാമ്പർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹൈലി സെക്യൂർ ആയിരിക്കും. ഈവൻ നമ്മുടെ വീഡിയോ കോൾസ്, നമ്മുടെ ഓഡിയോ കോൾസ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സൂപ്പർ സെക്യൂർ ആയിരിക്കും. ഇതെന്തുകൊണ്ട് ഞാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഈ വീക്കിൽ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്.
ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോ. എൻ്റെ ഒരു ഫ്രണ്ടിന് സംഭവിച്ച ഒരു വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ബിക്കോസ് നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ്, നിങ്ങൾ സേവ് ചെയ്യുന്ന ഫോട്ടോസ്, നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഫോട്ടോസൊക്കെ ലീക്ക് ആവാനായിട്ട് ഭയങ്കര ചാൻസ് ഉണ്ട്. ലൈക്ക് ആ വീഡിയോ വരുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും കേട്ടോ. 2025 ഇറങ്ങാൻ പോകുന്ന പല ഫോണുകൾക്കും വലിയൊരു പെർഫോമൻസ് അപ്ഗ്രേഡ് നമുക്ക് കാണാൻ പറ്റും. ഇനി സെക്കൻഡ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോർ ഫ്യൂച്ചർ OS അപ്ഗ്രേഡ്സ്. കാരണം ഇപ്പോൾ പിക്സൽ 8 വർഷത്തെ അപ്ഗ്രേഡ് കൊടുക്കുന്നുണ്ട്, സാംസങ് 7 വർഷം കൊടുക്കുന്നുണ്ട്, ആൻഡ് സാംസങ്ങിന് തന്നെ മിഡ് റേഞ്ച് ഫോണുകൾ ചിലത് 6 വർഷത്തെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി മിഡ് റേഞ്ച് ഫോണുകളും ഹൈ എൻഡ് ഫോണുകളും മേ ബി ചില ബഡ്ജറ്റ് ഫോണുകൾക്കും മോർ ദാൻ 5 ഇയേഴ്സ് നമുക്ക് ഉറപ്പായിട്ടും അപ്ഡേറ്റ്സ് കിട്ടും. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മളൊരു 40,000 രൂപ 45,000 രൂപ ഒരു ഫോണിന് സ്പെൻഡ് ചെയ്യുന്നു എന്ന് വെച്ചോ, ഇന്ത്യയിലെ ആവറേജ് സാലറി എടുത്തു കഴിഞ്ഞാൽ 12,000 to 25,000 അകത്താണ് നിൽക്കുന്നത്. ഈ 25,000 അകത്ത് നമ്മൾ എങ്ങനെയൊക്കെ മിച്ചം പിടിച്ചു കഴിഞ്ഞാലും ഒരു 6 മാസം 7 മാസം എടുക്കും ഒരു 40,000 45,000 റുപ്പീസ് ഉണ്ടാക്കാൻ. ആൻഡ് അതും പോട്ടെ, നിങ്ങളൊരു EMI ആയിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾ ചിലപ്പോൾ ഒരു 10,000 റുപ്പീസ് കൊടുക്കും. മാസം തോറും 2,000-3,000 രൂപ 12 മന്ത്സിലത്തേക്ക് നമ്മൾ അടയ്ക്കുന്നുണ്ടാവും. അപ്പോഴത്തേക്ക് നമ്മളൊരു ഫോൺ മേടിച്ച് കഴിഞ്ഞിട്ട് 2 വർഷം 3 വർഷം കൊണ്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫെയർ. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒട്ടും വെർത്ത് അല്ലാത്തൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും പോലെ ഇരിക്കും. എന്നാൽ ഇനി മുതൽ നമുക്ക് കുറച്ചുകൂടി വെർത്തായിട്ട് ഫീൽ ചെയ്യും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു 5 വർഷം 6 വർഷമൊക്കെ അപ്ഗ്രേഡ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് പ്രൂവ് ചെയ്ത് തരുന്നുണ്ട് നമുക്ക് കുറേ നാൾ ഈ ഫോൺ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ട, നിങ്ങളിനി ഒരു അപ്ഗ്രേഡും നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ പോയാലും ഈ ഫോണ് ഒരു 3-4 വർഷം ഓടുമെന്നുള്ളതാണ് മെയിൻ. മൂന്നാമത്തെ മേജർ ചേഞ്ച് വരാൻ പോകുന്നത് ഡിസൈനിലാണ്. സാംസങ് 3 മടക്കുന്ന ഫോൺ കൊണ്ടുവരാൻ പോകുന്നു. റോൾ ചെയ്യാൻ പറ്റുന്ന ഫോണുകൾ പല ബ്രാൻഡുകളും കൊണ്ടുവരാൻ പോകുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര വലിയൊരു ഡിസൈൻ ചേഞ്ച് കാണാൻ പറ്റും. ഫ്ലിപ്പ്, ഫോൾഡ് പോലെയുള്ള ഫോണുകൾ ഭയങ്കര തിന്നായിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഈവൻ ആപ്പിൾ വരെ അവരുടെ ഒരു എയർ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് കൊണ്ടുവരുന്നുണ്ട്, ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ഐഫോൺ. അത് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ കൂട്ടുന്ന സാധനമാണ്. നിങ്ങൾ പുറകിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷം വളരെ ബോറിംഗ് ആയിട്ടുള്ള ഫോണുകളാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ വേറെ ഒരു ഫോണും ഇല്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വേറൊരു ഡിസൈൻ ചേഞ്ചും വരാത്തതിൻ്റെ പേരിൽ നമ്മൾ പല ഫോണുകൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. S24, S23, ലൈക്ക് S23 S24 തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? iPhone 15 16 തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? നത്തിങ്. ഞാൻ റീസെൻ്റ്ലി എൻ്റെ iPhone 15 Pro Maxൽ നിന്ന് 16 Pro Max അപ്ഗ്രേഡ് ചെയ്തു. ലൈക്ക് ഞാൻ കുറച്ചേരം ആ ഫോൺ രണ്ടും ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു പോയി. എൻ്റെ ദൈവമേ, എന്തോന്നാണ് എനിക്ക് ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. കഷ്ടകാലത്തിന് ഞാൻ എന്ത് ചെയ്തു, രണ്ടും സെയിം കളർ തന്നെ എടുക്കുകയും ചെയ്തു, നാച്ചുറൽ ടൈറ്റാനിയം. ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. 4ാമത്തെ ബിഗ് ചേഞ്ച്, ഇത് ആക്ച്വലി ഞാൻ ഇതിന് മുന്നേ വേറെ 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. IP69 വാട്ടർ റെസിസ്റ്റൻറ്റും അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസേഴ്സും. IP69 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IP68 തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി പ്രഷർ കൂടിയ വെള്ളവും ഡസ്റ്റും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. ദാറ്റ് മീൻസ് കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിരിക്കും, കുറച്ചുകൂടി സ്ട്രെങ്ത് ഉള്ള ഫോൺ ആയിരിക്കും എന്നതാണ് അർത്ഥം. എന്നാൽ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇപ്പോൾ ഉള്ള ഫോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ചിലതിൽ നമുക്ക് ലൈറ്റ് കാണാൻ പറ്റും, ചിലതിൽ ലൈറ്റ് കാണൂല. അൾട്രാസോണിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് അവിടെ വെക്കുന്ന സമയത്ത് അൾട്രാസോണിക് സൗണ്ട് വേവ്സ് നമ്മുടെ ഫിംഗറിലേക്ക് അടിച്ചതിന് ശേഷം അത് റിഫ്ലക്റ്റ് ആയി നമ്മുടെ ഫോണിൽ വന്ന് രജിസ്റ്റർ ആയി അതിനെ ഒരു അൽഗോരിതം വെച്ച് റെക്കഗ്നൈസ് ചെയ്താണ് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത്. അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസർ 0 എററാണ് ടു ബി ഓണസ്റ്റ്. എൻ്റെ വീട്ടിലൊരു ഫോണുണ്ട്, എൻ്റെ അനിയൻ്റെ കൈ വെച്ചാലും എൻ്റെ കൈ വെച്ചാലും അതാണ് നോക്കാം. അങ്ങനെയുള്ള എറേഴ്സ് ഒന്നും വരില്ല. 2ാമത്തെ കാര്യം സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും. 5ാമത്തെ ബിഗ് മാസീവ് ചേഞ്ച്, ഇതാണ് ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളത്. ലിഥിയം അയോൺ ബാറ്ററീസ് ആണല്ലോ നമ്മുടെ ഫോണിൻ്റെ അകത്ത്, അത് മാറി സിലിക്കോൺ കാർബൺ ബാറ്ററീസ് വരാൻ പോവാണ്. എന്താണ് സിലിക്കൺ കാർബൺ ബാറ്ററീസ്? സിലിക്കൺ കാർബൺ ബാറ്ററീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിപ്പിക്കൽ ലിഥിയം അയോൺ ബാറ്ററീസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആനോഡും കാഥോഡുമായിട്ട് സിലിക്കൺ കാർബൺ മെറ്റീരിയൽസ് ആയിരിക്കും എനർജി സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈസ്, അതായത് ഇപ്പോൾ ഉള്ള സെയിം സൈസിൽ തന്നെ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. ദാറ്റ് മീൻസ് 2025 വരാൻ പോകുന്ന പല ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഫോണുകൾക്കും ബാറ്ററി കപ്പാസിറ്റി കൂടുതലായിരിക്കും. മേ ബി 6000 mAh+ ആയിരിക്കും അതിൻ്റെ എല്ലാം ബാറ്ററി കപ്പാസിറ്റി. 2024 വരെ പല ഫോണുകൾക്കും അത് ഇല്ലാതിരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കപ്പാസിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ തിക്നെസ് കൂട്ടണം.
അതുകൊണ്ടാണ് സാംസങ്ങിന്റെ പല ഫോണുകൾക്കും 6000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ തിക്നെസ് കൂടുതലായിരിക്കും. എന്നാൽ വലിയ ഒരു ഡിസൈൻ സൊല്യൂഷൻ ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്, ലിഥിയം കാർബൺ ബാറ്ററീസ്. ഇതാണ് ഇനി പല ഫോണുകളിലും കാണാൻ പോകുന്നത്. ഓണർ ആണ് ആദ്യം കൊണ്ടുവന്നത്. ആക്ച്വലി ഓണർ 2023 ഒരു ഫോണിൽ സൈലന്റ് ആയിട്ട് ഈ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലിഥിയം അയൺ ബാറ്ററീസിന്റെ ഒരു എക്സ്പ്ലെയിനർ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഡയലോഗ് കൊടുക്കാം. ആൻഡ് സിലിക്കൺ കാർബൺ ബാറ്ററീസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. 2024 നിങ്ങൾ ഒരു ഫോൺ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഫോണിനെ കുറച്ച് നാളും കൂടി ഓടിച്ചുകൊണ്ട് പോകും. കാരണം കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്തായിട്ടുള്ള ഫോണുകൾ വരും. ഇത് ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല എല്ലാ ഫോണുകളും ഈ പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡ്സും കീപ്പ് ചെയ്യുമെന്നുള്ളത്. ബട്ട് ദർ വിൽ ബി സർട്ടൻ ഗുഡ് ഫോൺസ് വിച്ച് വി ക്യാൻ റിലേ ഓൺ. കാരണം നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരുവിധം നല്ല ബ്രാൻഡുകളുണ്ടല്ലോ, ഐക്യു, OnePlus, സാംസങ്, ഇതേപോലുള്ള പല ബ്രാൻഡുകൾക്കും നമുക്കൊരു ഹോപ്പ് വയ്ക്കാം. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതൊരു വലിയൊരു മേജർ ചേഞ്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നാക്കിലൊരു പുണ്ണ് വന്നിരുന്നു ഗൈസ്, ആ പുണ്ണ് ഞാൻ കടിച്ച്. അയ്യോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ, ലൈക്ക് ചെയ്യണേ. അയ്യോ.